ശ്രീ ബുദ്ധചരിതം മൂന്നാം ഭാഗം. സത്യ ജിജ്ഞാസുക്കളെ പ്രണാമം പ്രണാമം. ബുദ്ധചരിതം ബൗദ്ധ ദർശനത്തെക്കുറിച്ച് കുറച്ച് സമയം നമുക്ക് മനനം ചെയ്യാം. വളരെ കുട്ടിക്കാലം മുതൽ തന്നെ സിദ്ധാർത്ഥകുമാരൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള ദുഃഖകാരണങ്ങളും അന്വേഷിക്കാനുള്ള ത്വര കടന്നുകൂടിയിരുന്നു. എന്നാൽ ശുദ്ധോദന മഹാരാജാവ്, തൻ്റെ പരമപൂജ്യനായിട്ടുള്ള പിതാവ്, ബാഹ്യ ലോകം കാണുന്നതിനും ദർശിക്കുന്നതിനുമുള്ള അവസരം ഇന്ന് വരെ സൃഷ്ടിച്ചിരുന്നില്ല. അങ്ങനെ ഒരു നാൾ നിലാവുള്ള ചന്ദ്രികാചർച്ചിതമായ യാമിനി വേളയിൽ പുത്രനായ ചന്ദനുമൊത്ത് സിദ്ധാർത്ഥകുമാരൻ നഗരം കാണാൻ പുറപ്പെടുന്നു. അന്ന് ആദ്യം കാണുന്നത് വാർദ്ധക്യവും ദാരിദ്ര്യവുമാണ്. വൃദ്ധനായ ഒരു മനുഷ്യൻ കൂനി വടികുത്തി നടക്കുന്നു. മന്ത്രിപുത്രനിൽ നിന്ന് മനസ്സിലായി അത് വൃദ്ധനാണെന്ന്. ആ വൃദ്ധൻ ദാരിദ്ര്യം അനുഭവിക്കുന്നു. തങ്ങളുടെ അടുത്തെത്തി പിച്ച തരണേ എന്നപേക്ഷിക്കുന്നു. അങ്ങനെ ആദ്യം വാർദ്ധക്യം മനുഷ്യജീവിതത്തിൽ പ്രകൃതി സഹജമാണ്, അതുണ്ടാകും എന്ന് ബോധ്യമാകുന്നു. തുടർന്ന് മറ്റൊരു ദിവസം ഒരു രോഗിയെ കാണുന്നു. കഫം തുപ്പിക്കൊണ്ട് ചുമച്ച് കഫം തുപ്പിക്കൊണ്ട് അവശത അനുഭവിക്കുന്ന ഒരു രോഗി. അങ്ങനെ മനുഷ്യന് ജീവിതത്തിൽ രോഗമുണ്ടെന്നും ബോധ്യമാകുന്നു. മൂന്നാമതൊരു ദിവസം മരണം എന്താണെന്ന് മനസ്സിലാക്കുന്നു. മൃതനായ ഒരു മനുഷ്യൻ്റെ വികൃത ശരീരം വഹിച്ചുകൊണ്ട് ശ്മശാനത്തിലേക്ക് പോകുന്നു കുറച്ചാളുകൾ നിശബ്ദരായിട്ട്. അപ്പോൾ 3 വലിയ സത്യങ്ങൾ സിദ്ധാർത്ഥകുമാരന് ബോധ്യമായി. വാർദ്ധക്യം, ദാരിദ്ര്യവും രോഗം, മരണം. ഇങ്ങനെ 4-മതൊരു ദിവസം ഒരു യതിവര്യൻ്റെ ആത്മപ്രകാശം ദർശിക്കുന്നു. തേജോമയനായ യതിവര്യൻ. വിവേകവും വിചാരവും വൈരാഗ്യവും സകല പ്രാണികൾക്കുമുള്ള മുമുക്ഷയും ശാന്തിയും ആനന്ദവും സിദ്ധാർത്ഥകുമാരൻ ആഗ്രഹിച്ചു. അതിനാണ് തപസ്സു തുടങ്ങുന്നത്. പ്രായേണ ദേവമുനയഃ സ്വവിമുക്തികാമാഃ സ്വാർത്ഥം ചരന്തി വിജനേ ന പരാർത്ഥനിഷ്ഠാഃ എന്നൊരു ശ്ലോകം കേട്ടിട്ടുണ്ടാകുമല്ലോ. മിക്കവാറും സ്വാർത്ഥികാമികളായിട്ടുള്ള മുനിമാർ, യതിമാർ തൻ്റെ ആത്മസുഖത്തിന് മാത്രം അന്വേഷണം നടത്തുന്നു. അത് ലഭിച്ചിട്ട് മറ്റുള്ളവരുടെ ആത്മസുഖം പോലും ഉണർത്താതെ സ്വയം സ്വാർത്ഥതയോടുകൂടി കഴിയുന്നു ഏതെങ്കിലും ഋഷിവാടത്തിൽ മുനിയായിട്ട്. എന്നാൽ സിദ്ധാർത്ഥകുമാരൻ ആഗ്രഹിക്കുന്നത് താൻ അന്വേഷിക്കുന്ന സത്യം ബോധ്യമാകുമ്പോൾ പലതരത്തിലുള്ള ദുഃഖവും അനുഭവിക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും ദുഃഖം ഇല്ലാതാക്കണം.
അതാണ് തൻ്റെ ഇച്ഛ, ആഗ്രഹം. പലതരത്തിലുള്ള മുനിചര്യകളും തപോവേളയിൽ തപസ്സിൻ്റെ സമയത്ത് സിദ്ധാർത്ഥകുമാരൻ പരീക്ഷിച്ചു നോക്കി. അനേകം ചിന്താധാരകളെ മനനം ചെയ്തു, ഏകാഗ്രത പരിശീലിച്ചു, യോഗസാധനയിൽ മുഴുകി. പരമശാന്തിമയമായ രഹസ്യം, നിർവാണമാർഗം സ്വീകരിച്ചു. ബോധ്യമായി പരമമായ ആനന്ദം അനുഭവിക്കുന്നു. തൻ്റെ പ്രഥമ ശിഷ്യനും മുഖ്യ ശിഷ്യനുമായ ആനന്ദനെ അടുക്കലേക്ക് വിളിച്ചു. ആനന്ദ ഭിക്ഷുവിനോട് പറയുകയാണ്, തൻ്റെ അന്തിമ സന്ദേശം ഇതാണ്: ലോകത്തിലുള്ളവയെല്ലാം നിർമ്മിക്കപ്പെട്ടവയാണ്, അതുകൊണ്ട് അവ നശിക്കുന്നതുമാണ്, നശ്വരമാണ്. ഭഗവാന്മാരുടെ ലക്ഷ്യപ്രാപ്തിയിൽ തെറ്റ് സംഭവിക്കരുത്. ഇതാണ് തഥാഗതൻ്റെ അന്തിമമായ സന്ദേശം, ശബ്ദം. ഭാരതീയ ദർശനത്തിൻ്റെ സവിശേഷതകൾ പലതും പറഞ്ഞു കൊടുത്തു. സ്വതന്ത്രമായ അസ്തിത്വം ഭാരതീയ ദർശനത്തിനുണ്ട്. സ്ഥിതിവിശേഷം, ഈ രാഷ്ട്രം നൈസർഗികമായി വിചാരധാര പുലർത്തുന്ന പുണ്യഭൂമിയാണ്, തപോഭൂമിയാണ് ഭാരതം. ഇവിടെ മാത്രമാണ് ബ്രഹ്മവിദ്യ വികസിച്ച് വളർന്നു വന്നിട്ടുള്ളത്. സകല വിദ്യകളിലും വെച്ച് ആത്മവിദ്യ അത് വിചാരശാസ്ത്രമാണ്, ചിന്തനശാസ്ത്രവുമാണ്. ആഗ്രഹങ്ങളെയും തൃഷ്ണയെയും ദുർവ്യസനങ്ങളെയും ത്യജിച്ചു മുന്നോട്ട് പോവുക. അത് ഒരിക്കലും മനസ്സിൽ പുലർത്തരുത്. തൃഷ്ണ പാടില്ല. നിർവ്വാണമാണ് ലക്ഷ്യം. അതാണ് മുക്തി. അത് നേടണം. സത്യമെന്തെന്ന് ബോധ്യമായി തൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ദർശിച്ചു. സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം അവനവനാണ്, മറ്റുള്ളവരല്ല. സ്വയം നിയന്ത്രിക്കുക. തൻ്റെ നിയാമകൻ താൻ തന്നെയാണ്. സമ്പൂർണ്ണ വിശ്വം കർമ്മരംഗം. ബോധ്യസത്യം ദർശിക്കുന്നു, മനസ്സിലാക്കുന്നു. ആനന്ദഭിക്ഷുവിന് വേണ്ടത്ര ഉപദേശങ്ങൾ നൽകുന്നു. വേദസാരം ജ്ഞാനാമൃതമാണ്, പരാവിദ്യയാണ്, പരമതത്വമാണ്, സർവം ഗുഹ്യതമമാണ്, ഗുഹ്യതര രഹസ്യവുമാണ്. ബുദ്ധൻ ഉപദേശിച്ചു. 4 ആര്യസത്യങ്ങൾ പ്രകടമാക്കി. എന്താണ് ദുഃഖം? ദുഃഖഹേതു എന്താണ്? ദുഃഖം കൊണ്ടുണ്ടാകുന്ന ഗതി എന്താണ്? ദുഃഖഹാനിക്കുള്ള ഉപായം എന്താണ്? തൻ്റെ അന്വേഷണം അതായിരുന്നു. അത് ബോധ്യപ്പെട്ടു. ഈ ചതുർവ്യൂഹത്തെ ദുഃഖ ആയതനം അഥവാ ദുഃഖ സമുദായം എന്ന് പറയുന്നു. അതിന് മാർഗവും അദ്ദേഹം തന്നെ ദർശിച്ചു. ജനങ്ങളിലേക്ക് ഇറങ്ങി നടന്ന് അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കരുണാകുലനായിട്ട് എല്ലാവരുടെയും കണ്ണുനീറൊപ്പിക്കൊണ്ട് ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു, ആരും ദുഃഖിക്കരുത്, ഭവാന്മാരാരും ദുഃഖിക്കരുത്. ദുഃഖം അവനവൻ്റെ നിയന്ത്രണത്തിലാണ്. അവനവൻ ചെയ്ത തെറ്റിൻ്റെ ഫലം, കർമ്മഫലം ദുഃഖമാണ്. ഇത് തിരിച്ചറിയുക. സത്യം ബോധ്യമാകും. നിസ്വാർത്ഥനാകുക, ആത്മാർത്ഥനാകുക. ഹൃദയത്തിൽ
ആത്മജ്യോതി തെളിയട്ടെ. ശുദ്ധിയുടെയും ശാന്തിയുടെയും ശക്തിയുടെയും പരമപദത്തിൽ ചേർന്നാലും എത്തിച്ചേരണം. അതാണ് ലക്ഷ്യം. മഹാവീര ജിനനും ഇത് തന്നെയാണ് ഉദ്ഘോഷിച്ചത്. ദുഃഖവിമുക്തിയും മോക്ഷസംപ്രാപ്തിയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള കർത്തവ്യവും ധർമ്മവും ജൈന ദർശനവും ഉദ്ഘോഷിക്കുന്നതാണ്, ഉപദേശിക്കുന്നതാണ്. ജൈന ദർശനത്തിൻ്റെ ധർമ്മഗ്രന്ഥം തത്വാർത്ഥാഭിഗമസൂത്രം എന്നതാണ്. അത് രചിച്ചത് ഉമാസ്വാമിയാണ് 1700 വർഷം മുൻപ്. സമ്യക് ദർശന ജ്ഞാന ചരിത്രമാണത്. അത് മോക്ഷമാർഗവുമാണ്. ആത്മഭാവങ്ങളെ അവിദ്യ ദുഃഖം സൃഷ്ടിക്കുന്നു, വിദ്യ മോക്ഷം നൽകുന്നു. ദുഃഖം സൃഷ്ടിക്കുന്നത് ആഗ്രഹം, അസീമമായ ആഗ്രഹം, തൃഷ്ണയാണ്. അതിനെ ത്യജിക്കുക. നിർവാണം അഥവാ മുക്തി ലഭിക്കും. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മേവ നാപരഃ ബോധിസത്യൻ ഉപദേശിച്ചു. 2 യാനങ്ങളുണ്ട്, ഹീനയാനം, മഹായാനം എന്നിങ്ങനെ. ഹീനയാനം അർഹതനാകുക, സ്വന്തം നിർവ്വാണം കാക്ഷിക്കുക, അത് നിവൃത്തി മാർഗമാണ്. മഹായാനം സമസ്ത ലോകത്തിന് നന്മ ചെയ്യുക, സ്വസ്ത്യസ്തു വിശ്വസ്യ എന്ന ഭാഗവത ദർശനം. ദുഃഖശാന്തി ബോധിസത്വന് ആ പ്രവൃത്തി മാർഗമാണ് ഏറ്റവും ഇഷ്ടം. ഭക്തി മാർഗം സ്വീകരിക്കുക, ഭക്തിയിലൂടെ സിദ്ധി നേടിയെടുക്കുക. ആംഗല എഴുത്തുകാരനായ എഡ്വിൻ ആർണോഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന വിശ്രുതമായ ബുദ്ധചരിതം വായിച്ചിട്ട് ഉപനിഷത് കുമാരനായ മഹാത്മാവ് സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം പ്രവചിക്കുകയുണ്ടായി: ഒരു വിശ്വ മതത്തിൻ്റെ ചരിത്രപരമായ വിസ്ഫോടനമാണ് ശ്രീബുദ്ധചരിതം. ഒരു ദിവ്യമായ ഗ്രന്ഥമാണ്. അതിൽ അത്യന്തം ദിവ്യമായ ഒരു പുരുഷൻ്റെ കർമ്മരംഗമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഈശ്വരൻ്റെ മഹത്തായ അവതാരമാണ് ശ്രീബുദ്ധൻ. വേദതത്വമാണ് വിശ്വത്തെ നിലനിർത്തുന്നത്. വേദം സർവവിജ്ഞാന ഭണ്ഡാകാരമാണ്. ഇനിയും ചില നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹിന്ദു ധർമ്മമായിരിക്കും, സനാതനധർമ്മമായിരിക്കും വിശ്വത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ വളരെ ശ്രേഷ്ഠമായ വചനങ്ങളാണ് ഉദ്ധരിച്ചത്. മനഃശുദ്ധി ഉണ്ടാകട്ടെ. മനസ്സ് ശുദ്ധമാകുമ്പോൾ ഈശ്വര ദർശനം സാധ്യമാകും. സത്കർമ്മമാണ് മനുഷ്യന് കർത്തവ്യമായിട്ടുള്ളത്. ഉത്തമ മനുഷ്യന്മാർ, മാനവർ സത്കർമ്മം മാത്രമാണ് അനുഷ്ഠിക്കുന്നത്. അത് തപസ്സാണ്.
ആവുന്നിടത്തോളം നന്മ ചെയ്യുക മറ്റുള്ളവർക്ക്, സഹജീവികൾക്ക്. അത് സദാചാര മാർഗമാണ്. സ്വഭാവശുദ്ധി പവിത്രതയുടെ പാരമ്യതയെ എത്തിക്കുന്നു. അങ്ങനെ പവിത്രതയുടെ പാരമ്യതയിലെത്തുന്ന സത്സ്വഭാവികളാകട്ടെ എല്ലാ മനുഷ്യരും. ശ്രീബുദ്ധൻ അതാണ് ആഗ്രഹിക്കുന്നത്. സ്നേഹം, പവിത്രത, മാനവ സൗഭ്രാത്രം, അതിൻ്റെ പ്രചാരകനാണ് അദ്ദേഹം. പണ്ഡിത പാമര ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും നന്മ ഉപദേശിക്കുന്ന ആ ബുദ്ധഭഗവാൻ 5 ഉത്തമ കാര്യങ്ങൾ ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നു. 1, സത്യത്തിലേക്കുള്ള മാർഗം. നല്ലവരാകുവിൻ, അതാണ്. 2, പരിശുദ്ധരാകുവിൻ. 3, സർവരെയും സ്നേഹിക്കുവിൻ. 4, സത്യത്തിൽ ഉറച്ചു നിൽക്കുവിൻ. ഇതാണ് 5 പണ്ഡിതരായ സത്യാന്വേഷികൾക്ക് ശ്രീ ബുദ്ധൻ ഉപദേശിച്ചു കൊടുത്ത സരളമായ മാർഗം. നല്ലവനാകുക, പരിശുദ്ധനാകുക, സർവരെയും സ്നേഹിക്കുക, സത്യത്തിൽ ഉറച്ചു നിൽക്കുക. ഈ 4 മാർഗങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമാണ്, എല്ലാവരും സ്വീകരിക്കേണ്ടതുമാണ്. കാരുണ്യത്തിൻ്റെ പ്രേരകനാണ് ശ്രീബുദ്ധൻ. വിശ്വശാന്തി മാർഗം ലോകോപകാരം ചെയ്യുമ്പോൾ നിർവ്വാണം, മുക്തി ലഭിക്കുന്നു, വിശ്വത്തിന് ശാന്തി ലഭിക്കുന്നു. ഭാരതീയ സംസ്കൃതി അനേകം ചിന്താധാരകളുടെ സംഗമമാണ്. സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുക. ലോകത്തിൽ സത്യമാണ് സാരമായിട്ടുള്ളത്. സംശയിക്കുന്ന മനുഷ്യന് ഒരിക്കലും ശാന്തി കിട്ടുന്നില്ല. സംശയാത്മാവ് നശിക്കുകയാണ് ചെയ്യുന്നത്. സംശയാത്മാ വിനശ്യതി എന്നാണ് ഭഗവത്ഗീത പോലും ഉദ്ഘോഷിക്കുന്നത്. ദുഃഖം അവനവൻ്റെ കർമ്മഫലമാണ്. സുഖം അവനവൻ ചെയ്യുന്ന നന്മയുടെ ഫലവുമാണ്. ബ്രഹ്മചര്യം തപസ്സുകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ തപസ്സാണ്. ബ്രഹ്മചര്യം പരം പ്രാഹുഃ തപസാം തപ ഉത്തമം. ഇത് ശ്രീബുദ്ധൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദേശമാണ്. ആദ്യം അറിയുക, അതിന് അധീതി, തുടർന്ന് ബോധം, ആചരണം, പ്രചാരണം. ഇങ്ങനെ ധർമ്മമാർഗത്തിന് 4 പടികളാണ്. അധീതി, ബോധാചരണ, പ്രചാരണം. അറിയുക, പഠിച്ച് മനസ്സിലാക്കുക, അവധാരണം നടത്തുക, സ്വജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. ക്രോധത്തെ അടക്കുക, മനുഷ്യൻ്റെ സത്കർമ്മങ്ങളിൽ മാത്രം ഊന്നൽ കൊടുക്കുക. കാമവും ക്രോധവുമാണ് മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കുന്ന ദുർവാസനകൾ, ദുർവൃത്തികൾ. സ്നേഹബന്ധം വളരെ ശക്തിയേറിയതാണ്. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. ഇങ്ങനെ ദിവ്യമായ സന്ദേശം ഭഗവാൻ ശ്രീബുദ്ധൻ്റെ ദർശനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. അവിടെ എവിടെയായിട്ട് ചിതറിക്കിടക്കുന്ന ആ സന്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ചിട്ട് ആത്മഭാവങ്ങളെ നമുക്ക് ബൗദ്ധ ദർശനത്തിലൂടെ, ബുദ്ധൻ്റെ സതുപദേശത്തിലൂടെ ലോകത്തിൽ നന്മ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാം. സ്വസ്ത്യസ്തു, ശുഭമസ്തു, സന്തു മംഗള ശതാനി.